ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി ആയാലോ. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല തിക്ക് ഗ്രേവി. ഓക്കെ, നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാനൊരു 4-5 വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്, 2 വലിയ സവാള. അത് ഞാൻ ചെറിയ പീസസ് ഒന്നും ആയിട്ടല്ല കേട്ടോ ആഡ് ചെയ്യുന്നത്, വലിയ പീസസ് ആയിട്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഞാൻ വലിയ പീസസ് ആയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കാവും. അപ്പോൾ സവാളയുടെ ആ പച്ചമണവും സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് ഇതൊരു ക്രീമി ആയിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചെറുതായിട്ടല്ല കേട്ടോ അരിഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിക്കൻ ഒന്ന് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ. ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം ബട്ടറും 1.5 ടേബിൾ സ്പൂണോളം ഓയിലും വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് സെമി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ തണുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടും വരാം. ചിക്കൻ അപ്പോഴേക്കും ഒന്ന് സെറ്റാവട്ടെ. ചിക്കൻ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട് ചിക്കൻ. നമ്മുടെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി. അപ്പോൾ ഇതുകൂടി നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ മിക്സ്, നമ്മുടെ അരപ്പ് ഒന്ന് റോസ്റ്റഡായി വരട്ടെ. നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ആ മിക്സിയിലുള്ള അരപ്പ് എല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് കിട്ടുകയും ചെയ്യും. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല ടേസ്റ്റ് ആവണം. നന്നായി ഒന്ന് ആ ഒരു ചിക്കനിലും ആ ഓയിലിൽ കിടന്ന് നന്നായി ഒന്ന് ടേസ്റ്റ് ആവണം. നല്ല മണമൊക്കെ വരട്ടെ. അപ്പോൾ നമ്മളിതിലേക്ക് പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല. ആദ്യമേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു പൊടികളും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് 3/4 കപ്പോളം വെള്ളമിട്ട് ആഡ് ചെയ്ത് അരച്ച് നമുക്ക് ആ വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ
അപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി, കണ്ടോ. ഇനിയിപ്പോൾ ഒന്ന് പറ്റണം, ഒന്ന് നമുക്ക് മൂടി വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, സവാളയ്ക്കും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളമൊക്കെ ആഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ അതിനുകൂടി ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി പറ്റട്ടെ, നമ്മുടെ ഗ്രേവി ഒന്ന് നല്ല തിക്കാവട്ടെ. ഇപ്പോൾ തന്നെ ഓൾറെഡി തിക്കാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനാണെങ്കിലും എല്ലാം അടിപൊളി ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്, നല്ല തിക്ക് ഗ്രേവിയാണ്. ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ എന്താണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്നുള്ളത്. അപ്പോൾ കസൂരി മേത്തിയാണ്, ഉലുവച്ചീര, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മല്ലിയില ആഡ് ചെയ്യുന്നത് പോലെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫൈനലി നമ്മൾ ഇത്തിരി കറി ലീവ്സും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും അതിലേക്ക് നല്ല ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഓക്കെ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.